കോഴിക്കോട് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒട്ടനവധി ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഈ ഡിപ്പാർട്ട്മെന്റ്സിനെ പറ്റി പൊതുജനങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കാനും അതോടൊപ്പം തന്നെ ഈ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതിനെ പറ്റി ഒരു ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കാനും വേണ്ടിയിട്ട് നമ്മുടെ റെസ്പെക്ടഡ് ഡിസ്ട്രിക്ട് കളക്ടർ സ്നേഹിൽ കുമാർ സാറിന്റെയും കൂടെ സ്പെഷ്യൽ ഇൻട്രസ്റ്റിൽ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഈ വോഡ്കാസ്റ്റ് സീരീസ് എന്ന് പറയുന്നത്. സിവിക് ലെൻസ് എന്നാണ് ഈ വോഡ്കാസ്റ്റ് സീരീസിന്റെ പേര്. സോ വെൽക്കം ടു സിവിക് ലെൻസ്, റിയൽ വോയിസ്, റിയൽ ഇമ്പാക്ട്. സർ, പൊതുവെ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ പറ്റി നമ്മൾ കേൾക്കുന്നത് പത്രങ്ങളിലൂടെയാണ്. അതായത് ഈ ഹോട്ടലിൽ റെയ്ഡ് നടത്തി ഇത്ര ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്തു. സോ ആ ഒരു വഴിയാണ് മിക്ക ആൾക്കാരും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ പറ്റി കേൾക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതാണ് ഇതിന്റെ ഒരു പ്രിൻസിപ്പൾ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി. ഇതിന് പുറമെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ചെയ്യുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ് സാർ എന്ന് വിവരിക്കാം? ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് സുരക്ഷിതമായ ഭക്ഷണം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വിവിധ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് മാർക്കറ്റിൽ ലഭ്യമാകുന്ന എല്ലാത്തരം ഭക്ഷ്യവസ്തുക്കളുടെയും സാമ്പിളുകൾ ശേഖരിച്ച് ലാബിൽ അനലൈസിന് വിട്ട് അതിനകത്ത് അതിന്റെ റിസൾട്ട് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള നിയമ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ പൊതുജനങ്ങളിൽ വരുന്ന പരാതികൾ അന്വേഷിച്ച് അതിന്റെ നടപടിയും സ്വീകരിക്കുന്നുണ്ട്. സാർ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഹോട്ടലുകൾ, അതുപോലെ തന്നെ ഈ തട്ടുകട, നമ്മുടെ ഇങ്ങനെ ഭക്ഷണം വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ, അവിടേക്ക് ഈ റെഗുലർ ആയിട്ടാണോ ഈ നിങ്ങളുടെ ചെക്സ് ഒക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ കംപ്ലൈൻസ് കിട്ടുമ്പോൾ മാത്രമാണോ? അതിന്റെ പ്രൊസീജിയറൊക്കെ എങ്ങനെയാണെന്ന് വിവരിക്കുക. കൂടുതലും പരാതി ലഭിക്കുമ്പോഴാണ് അത്തരം സ്ഥാപനങ്ങൾ പരിശോധനയ്ക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അല്ലാതെ തന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത്തരം സ്ഥാപനങ്ങൾ പരിശോധിച്ച് ഹൈജീൻ കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അവിടെ വിൽക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷ്യവസ്തുക്കളുടെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ച് അത് ഗവൺമെന്റ് നിശ്ചയിച്ചുള്ള സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതും പരിശോധിച്ച് ഉറപ്പുവരുത്തി വരുന്നു. സാർ, ഒരു വർഷത്തിൽ പരിശോധന നടത്തും എല്ലാ സ്ഥാപനങ്ങളിലും? അതിനുവേണ്ടി പരമാവധി ശ്രമിക്കാറുണ്ട്. ഹോട്ടലുകൾ മിക്കവാറും എല്ലാം ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പരിശോധന നടത്താറുണ്ട്. മറ്റു ഭക്ഷ്യ വസ്തുക്കൾ വിൽക്കുന്ന പലചരക്ക് കടകൾ അതുപോലുള്ള സ്ഥാപനങ്ങൾ ചിലപ്പോൾ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം എത്തണമെന്നില്ല. അത് പിന്നെ ഉദ്യോഗസ്ഥരുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. ശരി. അതുപോലെ സാർ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഭക്ഷണം കഴിക്കാൻ പോകുമ്പം ഈ ഹോസ്റ്റൽ, അതായത് ഈ ഹോട്ടലിലെ ഭക്ഷണത്തിന്റെ ക്വാളിറ്റി ഇത്രയാണ്, ഇതിന്റെ സ്റ്റാൻഡേർഡ് ഇത്രയാണ് എന്ന് പൊതുജനങ്ങൾക്ക് അറിയാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ? ഭക്ഷ്യവസ്തുക്കളിൽ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം തന്നെ മിക്കവാറും എല്ലാ ഭക്ഷ്യവസ്തുക്കൾക്കും ഒരു നിശ്ചിത ഗുണനിലവാരം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ടിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. നമ്മൾ ശേഖരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ സാമ്പിളുകൾ ലാബിൽ അയച്ചു കഴിഞ്ഞാൽ ലാബിൽ ഈ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ആ പരിശോധനാ റിപ്പോർട്ടിൽ ഗവൺമെന്റ് ഫിക്സ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ സബ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അവയ്ക്കെതിരെ നിയമ നടപടി, അഡ്ജുഡിക്കേഷൻ പോലുള്ള കോടതി നടപടികളിലേക്ക് പോകും. അതുപോലെ ചിലപ്പോൾ അൺസേഫ് ആയിട്ട് വരികയാണെങ്കിൽ അവയ്ക്കെതിരെ പ്രോസിക്യൂഷൻ കേസുകൾ ജുഡീഷ്യൽ കോടതിയിൽ ഫയൽ ചെയ്യുകയാണ് ചെയ്തു വരുന്നത്. ഹോട്ടലുകൾ മാത്രമല്ല, പലചരക്ക് കടകളിൽ വിൽക്കുന്ന പലചരക്ക് സാധനങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ മുതലായ എല്ലാ ഭക്ഷ്യവസ്തുക്കളും സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉണ്ടോ എന്നുള്ളതാണ് ലാബിൽ പ്രധാനമായിട്ടും നോക്കിയത്. സാറ് മലബാറുകാരൻ തന്നെയാണ്? അല്ല, തിരുവനന്തപുരം. സാർ, എനിക്ക് തോന്നുന്നു ഈ മലബാറിലുള്ളൊരു ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ ഈറ്റ് ഔട്ട് കൾച്ചറാണ്. പുറത്തു പോവുക, ഭക്ഷണം കഴിക്കുക. ഇപ്പം യുവാക്കൾക്കിടയിൽ പോലും പറയുകയാണെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് മന്തി കഴിക്കാൻ പോവുക, അല്ലെങ്കിൽ ഷവർമ കഴിക്കാൻ പോവുക. അപ്പൊ ആ ഒരു കൾച്ചർ ഭയങ്കര ഡോമിനന്റ് ആണല്ലോ. അപ്പൊ ആ ഒരു കൾച്ചർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടത് സാറിനെ? ശരിയാണ്. ഇപ്പോൾ തെക്കൻ ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മലബാർ മേഖലയിൽ ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ ഒരു ടൂറിസം പോലെ എൻജോയ് ചെയ്യുന്ന രീതിയിൽ പുറത്തേക്ക് ആള് വന്ന് അത് പിന്നെ കഴിക്കുന്ന ഒരു രീതിയുടെ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നൈറ്റ് ലൈഫ് കുറച്ചുകൂടെ ലൈവാണ്. ഹോട്ടലുകൾ മിക്കവാറും അടയ്ക്കുന്നത് 12 മണി, 1 മണി, 2 മണി വരെ ലൈവായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഭക്ഷണ സാധനത്തിനും അതുപോലെ വൈവിധ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ ധാരാളം മലബാർ മേഖലയിൽ പ്രത്യേകിച്ച് കോഴിക്കോട് ലഭ്യമാകുന്നുണ്ട്.
അപ്പോൾ ഹോട്ടലുകളിൽ നമ്മൾ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ നിർദ്ദേശം കൊടുക്കുകയും അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയും തൊഴിലാളികൾക്ക് ട്രെയിനിങ് കൊടുക്കുകയും അവയർനെസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുവിധം നല്ല നിലയിൽ തന്നെയാണ് ഹോട്ടലുകൾ പ്രവർത്തിച്ചു പോകുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കൂടുതൽ ലൈവായിട്ട് കൂടുതൽ പോപ്പുലേഷൻ ഫുഡ് കഴിക്കുന്നവർക്ക് അങ്ങനെ പഴകിയ ഭക്ഷണ സാധനം വരാനുള്ള സാധ്യതയും കുറയും. അപ്പോൾ ചൂടോടുകൂടി ഭക്ഷണം കഴിക്കുക, നല്ല തിരക്കുള്ള സ്ഥാപനങ്ങളിൽ കഴിക്കുക, വൃത്തി ഹൈജീൻ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അത്തരം കാര്യങ്ങളാണ് നമുക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത്. അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്കൊരു നിർദ്ദേശം. പൊതുവെ നല്ല രീതിയിൽ തന്നെയാണ് ഈ പറയുന്ന സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ഓക്കെ സാർ, അപ്പോൾ ഞാൻ ചോദിച്ചൊരു കാര്യം ഷവർമ്മയല്ല. അപ്പം ഷവർമ്മയുടെ ന്യൂസും ഇങ്ങനെ കാണാറുണ്ട്. ഷവർമ്മ കഴിച്ച് മരണപ്പെട്ടു, അല്ലെങ്കിൽ ഫുഡ് പോയ്സൺ, അങ്ങനെ കുറെ ഇഷ്യൂസ് കാണാറുണ്ട്. ഷവർമ്മയ്ക്ക് ശരിക്കും എന്താണ് പ്രശ്നം? അത് അല്ലെങ്കിൽ ഷവർമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ലേ? അതിനെ പറ്റി എന്താണ്? ഷവർമ്മയെ അങ്ങനെ ഒരു വില്ലനായി കാണേണ്ട ഒരു കാര്യമൊന്നുമില്ല. ഒരു ഭക്ഷണ സാധനത്തെയും നമ്മളൊരു വില്ലനായി കാണുന്നില്ല. പക്ഷെ ഷവർമ്മ പോലുള്ള ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറയുന്നത് ഹൈ റിസ്ക് കാറ്റഗറിയിൽപ്പെട്ടതാണ്. അത് കുറച്ച് റിസ്ക് ഉണ്ട്. പ്രത്യേകിച്ച് മീറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് കുറച്ച് ശ്രദ്ധ വേണം. കാര്യം ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ 2 മണിക്കൂർ കൂടുതൽ നോർമൽ ടെമ്പറേച്ചറിൽ ഇരുന്നാൽ, നമ്മുടെ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നാൽ അത് കേടാകാനുള്ള സാധ്യതയാണ്. അപ്പോൾ അത് ഇറച്ചി എപ്പോഴാണോ അതിനകത്ത് കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ലഭ്യമാകുന്നത്, അല്ലെങ്കിൽ അത് എപ്പോഴാണോ അത് പിന്നെ ഇറച്ചി റെഡിയാക്കുന്നത്, അത് മുതൽ നമ്മൾ കഴിക്കുന്നത് വരെയുള്ള ടൈമിനും ടെമ്പറേച്ചറിനും ഈ ഭക്ഷണ സാധനത്തിന് വളരെയേറെ പ്രാധാന്യമാണ്. ഇപ്പം 2 മണിക്കൂർ കൂടുതൽ അർത്ഥം ഒരു കോഴി പുറത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ആ കോഴി ഇറച്ചി ഒരുപക്ഷെ കേടാകാം. അപ്പോൾ അത് അങ്ങനെ വെക്കാതിരിക്കാൻ വേണ്ടി ഇതിന്റെ ഉൽപാദകർ ശ്രദ്ധിക്കണം. ഹോട്ടലിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ കൂടുതൽ സമയം പുറത്ത് നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കാതെ പെട്ടെന്ന് തന്നെ കഴുകി ചില്ലറിലേക്കോ ഫ്രീസറിലോട്ടോ മാറ്റാൻ വേണ്ടി ഉൽപാദകർ ശ്രദ്ധിക്കണം. അത് തന്നെ ഈ മസാല അല്ലെങ്കിൽ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില്ലറിനകത്ത് സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അത് ഈ പറയുന്ന കോണിലേക്ക് കയറ്റി കഴിഞ്ഞാൽ 4 മണിക്കൂറിനകം അത് വിറ്റ് തീരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഇത് കൊണ്ടുപോകുന്ന ആളുകൾ പലരും പാഴ്സൽ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. അവര് വീട്ടിൽ കൊണ്ടുവച്ചിരുന്നിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിക്കുന്ന ഒരു ശീലം കണ്ടുവരുന്നുണ്ട്. അതും റിസ്ക് ആണ്. അപ്പോൾ അത് കൊണ്ടുപോയാൽ അത് 1 മണിക്കൂറിനകം കഴിക്കണമെന്നുള്ളത് അവിടെ ഉപഭോക്താവിനൊരു ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അവിടെയും ഒരു റിസ്ക് ഉണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് കൺസ്യൂം ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിനകത്ത് കൊടുക്കുന്ന മയോണൈസ് എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവാണ്. മുട്ട, അതുപോലെ പിന്നെ എണ്ണ, വെളുത്തുള്ളി, അങ്ങനെയുള്ള 2-3 ഘടകങ്ങൾ ചേർന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മുട്ട എന്ന് പറയുന്നത് ഇത്തരം ബാക്ടീരിയക്ക്, അതായത് ഫുഡ് പോയ്സണ് കാരണമാകുന്ന ബാക്ടീരിയക്ക് വളരാൻ ഏറ്റവും അനുയോജ്യമായൊരു മീഡിയമാണ്. അപ്പോൾ അത് 1 മണിക്കൂർ കൂടുതൽ പുറത്തിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബാക്ടീരിയയുടെ കൗണ്ട് കൂടാം. അതുപോലെ തന്നെ നോർമൽ മുട്ട, അതായത് സാധാ മുട്ട ഉപയോഗിക്കാൻ പാടില്ല, പച്ചമുട്ട ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നത് പാസ്ചറൈസ് ചെയ്ത മുട്ടയാണ്. അതായത് ചെറുതായിട്ടൊന്ന് വാട്ടിയ മുട്ട വേണം ഉപയോഗിക്കാൻ. വാട്ടുമ്പോൾ ഇതിനകത്തുള്ള അണുക്കൾ അല്ലെങ്കിൽ ബാക്ടീരിയ നശിച്ചു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വേണം ഉപയോഗിക്കാനുള്ളത്. അപ്പോൾ പച്ചമുട്ട ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു റിസ്ക് ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് പ്രിഫർ ചെയ്യുന്ന ഘട്ടത്തിലും ഉപയോഗിക്കുന്ന ഘട്ടത്തിലും ഒക്കെ ഒരു റിസ്ക് ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഭക്ഷ്യവസ്തു ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപകടം അതെ, കൈകാര്യം ചെയ്യുന്ന വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. റിസ്ക് കാറ്റഗറി വരുന്ന ഒരു ഫുഡാണ്. വേറെ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഈ റിസ്ക് കാറ്റഗറിയിൽ വരുന്നത്? അല്ല, മീറ്റ് വരുന്നത് എല്ലാം ഇപ്പോൾ ഇറച്ചി, മീൻ പോലുള്ള ഭക്ഷ്യവസ്തുക്കളെല്ലാം, മുട്ട, ഇറച്ചി, മീൻ ഇത് ചേരുന്ന ഭക്ഷ്യവസ്തുക്കളെല്ലാം ഹൈ റിസ്ക് കാറ്റഗറിയിൽപ്പെട്ട, പാല്, ഇതെല്ലാം ഹൈ റിസ്ക് കാറ്റഗറിയിൽപ്പെട്ട ഭക്ഷ്യവസ്തുക്കളാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇത്തരത്തിൽ ഫുഡ് പോയ്സൺ കാരണം ബാക്ടീരിയക്ക് വളരാൻ അനുയോജ്യമായ ഒരു മീഡിയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അത് മാത്രമല്ല, ഇത് 2 മണിക്കൂർ കൂടുതൽ നോർമൽ ടെമ്പറേച്ചർ ഇരുന്നാൽ പെട്ടെന്ന് കേടാകാനുള്ള സാധ്യതയാണ്. സാർ ഇപ്പോൾ പറഞ്ഞു സാർ മലബാറിൽ നിന്നല്ല. അപ്പോൾ സാറിന് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡുകൾ കുറച്ച് ഒരു 3-4 ഫുഡ് ഏതൊക്കെയാണ്? ഞാൻ എല്ലാത്തരം ഫുഡും കഴിക്കാറുണ്ട്. വെജിറ്റേറിയൻ കഴിക്കാം, നോൺ വെജും കഴിക്കാറുണ്ട്, ഷവർമ്മ പോലുള്ളതും കഴിക്കാറുണ്ട്. ഷവർമ്മ കഴിക്കുന്നത് ഷവർമ്മ ഇഷ്ടമാണോ? ഭയങ്കര ഇഷ്ടമാണ്. ഷവർമ്മ ഇഷ്ടമാണ്. ഒരു ഫുഡും നമുക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ ഒഴിവാക്കേണ്ട കാര്യമില്ല. ഏത് ഫുഡ് കഴിക്കുമ്പോഴും ശ്രദ്ധിച്ച് കഴിക്കുക എന്നുള്ളതാണ് പിന്നെ ചെയ്യുന്നത്. സാർ, ഈ പഞ്ചസാര കുറയ്ക്കണം, ഷുഗർ ഭയങ്കര ഡേഞ്ചർ ആണ്, അത് കുറയ്ക്കണം എന്നൊക്കെ ഇപ്പൊ പൊതുവെ പറയുന്നുണ്ട്. എന്നിരുന്നാലും ബേക്കറി ഒക്കെ കഴിക്കാണ്ടിരിക്കാൻ ഭയങ്കര പാടാണ്. അത് എന്താണല്ലോ, ഞാൻ പണ്ടൊരു ഫുഡിയാണ്.
എന്താ വെച്ചാൽ ഭയങ്കര പാടാണ്. ഈ ബേക്കറി ഐറ്റംസ് ബന്ധപ്പെട്ട് ഞാൻ ഈ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ടൊക്കെ ചില സമയത്ത് ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളൊക്കെ ബേക്കറിയിലൂടെ പോകാറുണ്ടായിരുന്നു. അതുപോലെ ബേക്കറി ഐറ്റംസ് തന്നെ ചില ഐറ്റംസ് വാങ്ങിച്ചു കഴിഞ്ഞിട്ടായിരിക്കും മനസ്സിലാവും അത് കേടായിരിക്കും, അതിന്റെ ടെക്സ്ചർ മോശമായിരിക്കും. ഈ ബേക്കറിയിൽ നിങ്ങളുടെ ഇതെങ്ങനെയാണ്, നിങ്ങളുടെ മെക്കാനിസം എങ്ങനെയാണ്, ഇത് ഫുഡ് സേഫ്റ്റി എൻഷുർ ചെയ്യുന്നത് എങ്ങനെയാണ്, എക്സ്പയറി ഡേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കുന്നത്? എക്സ്പയറി ഡേറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ പാക്ക്ഡ് ഫുഡ് ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അത് പരിശോധിച്ച് ഉറപ്പാക്കാൻ പറ്റും. അത് എന്നാണ് ഉണ്ടാക്കിയ, ആരാണ് ഉണ്ടാക്കിയ ഡീറ്റെയിൽസ് അതിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ബേക്കറിയിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന മറ്റ് സാധനങ്ങൾ, പാക്ക് ചെയ്യാത്ത സാധനങ്ങൾ, അപ്പോൾ അത് ബേക്കറി ഉടമകൾക്കും മാനുഫാക്ചറിന് കൃത്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് ഓരോ ബാച്ച് ഉണ്ടാക്കുന്നത് പിന്നെ ശ്രദ്ധിച്ച് എത്ര ദിവസം ആണ് വിൽക്കുന്നതെന്നുള്ളത് അവർക്ക് കൃത്യമായ അതിനെ സംബന്ധിച്ചൊരു വിവരം ഉണ്ടാകും. ഒരു ഉൽപ്പന്നം എത്ര ദിവസം ഇരിക്കും, അതിന്റെ എക്സ്പയറി എന്നുവരെയാണെന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം യഥാർത്ഥത്തിൽ അതിന്റെ ഉത്പാദകനാണ്. അപ്പൊ അതിന്റെ റിസ്ക്കും അവർക്ക് തന്നെയാണ്. അപ്പൊ അത് അവര് വെച്ചിരുന്നത് എത്ര ദിവസം ഇരിക്കുമെന്നുള്ള ഉറപ്പാക്കിയിട്ടായിരിക്കും ഷെൽഫിൽ വെച്ചിരിക്കുന്നത്. അപ്പൊ അത് അവർ ഉറപ്പാക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു ബാധ്യതയാണ്. അപ്പൊ എന്നിരുന്നാലും ഈ പറഞ്ഞ ഇടയ്ക്ക് പരാതി വരുന്നുണ്ട്. ചിലപ്പോൾ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റമൊക്കെ ചിലപ്പോൾ ഇത്തരത്തിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഫുഡിൽ ചിലപ്പോൾ പൂപ്പൽ പോലുള്ള ഈ പരാതികൾ വരാറുണ്ട്. പൂപ്പൽ ബാധിച്ചുകൊണ്ട് അത് നിയമപരമായിട്ട് പിന്നെ നടപടി എടുക്കാറുണ്ട്. കൂടുതൽ എല്ലാ സ്ഥാപനങ്ങളും നമ്മൾ പരിശോധിക്കാറുണ്ട്. അത്തരം സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ച് പിന്നെ അത് ഉറപ്പുവരുത്താറുണ്ട്. അതിങ്ങനെ ഫ്രീക്വന്റ് ആണോ അല്ലെങ്കിൽ? അതെ, ഫ്രീക്വന്റ് ആയിട്ട് പിന്നെ എല്ലാ ഒരു വസ്തുവല്ല, എല്ലാ ഭക്ഷ്യവസ്തുക്കളുടെയും സാമ്പിളുകൾ കൃത്യമായിട്ട് ലാബുകളിലേക്ക് ടെസ്റ്റ് ചെയ്യാറുണ്ട്. അത് ഓരോ ഫുഡ് സേഫ്റ്റി ഓഫീസർക്കും മാസം ഇത്ര സാമ്പിൾ എടുക്കണമെന്നുള്ള ഒരു ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് സാമ്പിളുകൾ ശേഖരിച്ച് ലാബിലേക്ക് അയക്കുകയും അതിന്റെ റിസൾട്ടിനനുസരിച്ച് നിങ്ങൾ നടപടി സ്വീകരിക്കുകയും ചെയ്യും. സർ, റീസെന്റ് ആയിട്ട് കേരള തീരത്തൊരു കപ്പൽ അപകടം നടന്നില്ല. അപ്പൊ അതിന്റെ പേരിൽ എനിക്കൊന്ന് ഫുൾ കയോസ് ആയിരുന്നു. അതായത് മീൻ വാങ്ങിക്കാൻ പറ്റൂല, മീനിന്റെ വിലയൊക്കെ കുറഞ്ഞു, ആൾക്കാരൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അത് മീൻ അത് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ശരിക്കും മത്സ്യത്തിന് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ഇൻസിഡന്റ്? യഥാർത്ഥത്തിൽ പിന്നെ അതിനെക്കുറിച്ച് ഫിഷറീസ് വകുപ്പ് കൃത്യമായി പഠിക്കുകയും റിപ്പോർട്ട് അയക്കുകയും ചെയ്തു. മീനിനെ അത് വലിയ രീതിയിൽ ഇമ്പാക്ട് ചെയ്തിട്ടില്ല. ജനങ്ങൾക്ക് അങ്ങനെ ഒരു പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് റിപ്പോർട്ട്. നമ്മളെക്കാൾ വളരെ സെൻസിറ്റീവ് ആണ് ഇത്തരം കാര്യങ്ങളിൽ മത്സ്യം. അപ്പോൾ അത് ആ ഏരിയയിൽ നിന്ന് ദൂരേക്ക് പരമാവധി മാറിപ്പോകാനുള്ള ഒരു സാധ്യത ആണ് കണ്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് ലഭിക്കുന്ന മീന് പൂർണ്ണമായിട്ടും നമ്മുടെ തീരത്തു നിന്ന് കിട്ടുന്നതല്ല, പല സംസ്ഥാനത്തു നിന്ന് വരുന്നതാണ്. അപ്പം മത്സ്യങ്ങൾ ഇത്തരം അപകടങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കെമിക്കൽസ്, രാസവസ്തുക്കൾ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയും. അത് അതിനെ മാറിപ്പോകാനുള്ള ഒരു സൗകര്യമുണ്ട്. മീനിനെ അത് അഫക്ട് ചെയ്തിട്ടില്ല എന്നാണ് അവസ്ഥ. സർ, ഈ അഡിക്റ്റീവ് കോമ്പണൻസ് ഉണ്ടല്ലോ ഫുഡ് ആഡ് ചെയ്യുന്നത്, അത് അൺഹെൽത്തി ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതിനെ റെഗുലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും മെക്കാനിസം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ചെയ്യുന്നുണ്ടോ? ഭക്ഷ്യസുരക്ഷാ നിയമം അനുസരിച്ച് ഫുഡിനകത്ത് ചേർക്കുന്ന ഫുഡ് അഡിറ്റീവ്സിന് കൃത്യമായ റെഗുലേഷനുണ്ട്. ഓരോ ഭക്ഷ്യവസ്തുവിലും ചേർക്കാവുന്ന കെമിക്കൽസ് അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് അല്ലെങ്കിൽ ഫുഡ് അഡിറ്റീവ്സിന് നിയമം നിഷ്കർഷിക്കുന്നുണ്ട്. ഇത് മാത്രമേ ഇത്ര അളവ് മാത്രമേ ചേർക്കാവൂ എന്നുള്ളത് നിഷ്കർഷിക്കുന്നു. അപ്പൊ അത് തന്നെയാണ് അത് വെച്ചിട്ട് തന്നെയാണ് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നത്. അത് തന്നെയാണ് ലാബിൽ പരിശോധിക്കുന്നത്. ചിലപ്പോഴൊക്കെ ചില കെമിക്കൽസ്, പ്രിസർവേറ്റീവ്സ്, കേക്ക് പോലുള്ളതിൽ കൂടുതലായിട്ട് വന്നതായിട്ട് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അവർക്കെതിരെ നിയമ നടപടിയും സ്വീകരിക്കാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഫുഡ് അഡിറ്റീവ്സ് കൂടുതലായിട്ട് നിയമവിരുദ്ധമായി ഉപയോഗിച്ച് കണ്ടുവരുന്നത് ഫുഡ് കളറാണ്. അത് നമുക്ക് ഈ ഫുഡ് കളറിനോടുള്ള ഒരു അമിതമായൊരു പിന്നെ താല്പര്യമുണ്ട്. കളർ ഉള്ളതാണ് നല്ലത് അല്ലെങ്കിൽ അത് ആണ് നല്ലതെന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ ഉപഭോക്താക്കൾ അത് പ്രിഫർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ചില ബേക്കറി ഉൽപ്പന്നങ്ങളിലും അതുപോലെ ഹോട്ടൽ ഫുഡിലുമൊക്കെ നിയമവിരുദ്ധമായി കളർ ചേർക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഹോട്ടൽ ഫുഡുകളിൽ ഒന്നും തന്നെ കൃത്രിമ നിറങ്ങൾ, സിന്തറ്റിക് ഫുഡ് കളർ ചേർക്കാൻ പാടില്ല. പക്ഷെ നമ്മുടെ പരിശോധനയിൽ മനസ്സിലാകുന്നത് ബിരിയാണി, ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ, കുഴിമന്തി, ഷവായി പോലുള്ളതിൽ അപൂർവമായിട്ട് ചിലർ കളർ ചേർത്ത് കാണാറുണ്ട്. അപ്പം അങ്ങനെ നിയമവിരുദ്ധമായിട്ട് കളർ ചേർത്ത് കഴിഞ്ഞാൽ ഇത് ഫുഡ് അൺസേഫ് കാറ്റഗറിയിലാണ് വരുന്നത്. അവയ്ക്കെതിരെ 100-ൽ അധികം പ്രോസിക്യൂഷൻ കേസ് കോഴിക്കോട് ജില്ലയിൽ മാത്രം നടന്നു വരുന്നു. ഹോട്ടൽ ഫുഡിലും നിയമവിരുദ്ധമായിട്ട് കളർ ചേർക്കും. അപ്പോൾ ഹോട്ടൽ ഫുഡിലൊന്നും കളർ ചേർക്കാൻ പാടില്ല. അതേസമയം തന്നെ ബേക്കറി ഫുഡിൽ നിയന്ത്രണ വിധേയമായി ചേർക്കാം. അപ്പോൾ ലഡു, ജിലേബി, ഹൽവ പോലുള്ളതിൽ 10 കിലോയിൽ 1 ഗ്രാമാണ് പെർമിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഫുഡ് അൺസേഫ് ആവും എന്നതാണ് പിന്നെ നിയമം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ലിമിറ്റ് ചെയ്ത് അതിനകത്ത് ചേർക്കാം. എന്നാലേ
ബ്രെഡ് പോലുള്ളതിനകത്ത് ചേർക്കാനും പാടില്ല. അപ്പൊ ഇതിന് കൃത്യമായിട്ട് നിയമം നിഷ്കർഷിക്കുന്നുണ്ട്, ഏതിനകത്ത് ചേർക്കാം, ഏതിനകത്ത് ചേർക്കാൻ പാടില്ല, എത്ര അളവ് ചേർക്കാൻ. അപ്പൊ ഈ ഹോട്ടൽ ഫുഡിൽ തീരെ പറ്റില്ല. ഹോട്ടൽ ഫുഡിൽ ഒന്നും തന്നെ കളർ ചേർക്കാൻ പാടില്ല. ഇപ്പോൾ ബിരിയാണി റൈസിൽ കളർ ചേർക്കുന്നുണ്ട്, ചെറിയ കളറിന് വേണ്ടി ചെറുതായിട്ട് കളർ ചേർക്കുന്നുണ്ട്. ചെറുതായാലും അതിൽ കൂടുതലായാലും അൺസേഫ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായി ബോധവൽക്കരണം നൽകുന്നുണ്ട്. എന്നിരുന്നാലും കളർ ചേർത്ത കേസുകൾ പിടിക്കപ്പെടും. അതും ഫ്രീക്വന്റ് ആയിട്ട് പിടിക്കാറുണ്ട്. നമുക്കങ്ങനെ സംശയം തോന്നുന്ന ഭക്ഷ്യവസ്തുക്കൾ മാർക്കറ്റിൽ നിന്ന് സാമ്പിൾ എടുത്ത് ലാബിൽ അനലൈസ് ചെയ്തിട്ട് പിന്നെ നിയമ നടപടി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പ്രോസിക്യൂഷൻ കേസ് ഫയൽ ചെയ്യണമെങ്കിൽ ലാബ് റിസൾട്ട് ആവശ്യമാണ്. അപ്പോൾ അത് തെളിവിന് വേണ്ടി നമ്മൾ ലാബിലേക്ക് സാമ്പിൾ അയച്ച് റിപ്പോർട്ട് വാങ്ങി കേസ് എടുക്കുകയാണ് ചെയ്യുന്നത്. കളർ ചേർക്കുന്നത് വലിയ തെറ്റാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ കളർ ചേർക്കുന്നത് നിയമവിരുദ്ധമായി കളർ ചേർക്കാം. അത് ഉത്പാദകർ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഉത്പാദകർ, ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിന് ഹോട്ടൽ ഉടമകളും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഹോട്ടൽ അറിഞ്ഞിരിക്കേണ്ടത് ചേർക്കാൻ പാടില്ല എന്നുള്ളതാണ്. ബേക്കറി ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്നത് പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. അത് ഏതിൽ ചേർക്കാം എന്നുള്ളത് കൃത്യമായി, എത്ര ക്വാണ്ടിറ്റി ചേർക്കാം എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. സാർ, ഇപ്പം പേഴ്സണലി പറയുകയാണെങ്കിൽ ചില ആൾക്കാർ ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം ഉപയോഗിക്കും, ചില ആൾക്കാർ ഉപയോഗിക്കില്ല. എനിക്ക് മെജോറിറ്റി ആൾക്കാർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ ഉപയോഗിക്കും. കാരണം ടൈമിന്റെ ഇഷ്യൂ ഉണ്ടാവും, അങ്ങനെ പല ഇഷ്യൂ ഉണ്ട്. ഇപ്പൊ ഫ്രിഡ്ജിൽ വെച്ച് ഇപ്പം ഞാൻ രാത്രി അല്ല എന്റെ വീട്ടുകാർ കുറെ ഫുഡൊക്കെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് രാവിലെ ഉപയോഗിക്കുകയാണ്. ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുന്ന ഭക്ഷണം അത് ഉപയോഗിക്കുമ്പോൾ അത് എന്തൊക്കെയായാലും ശ്രദ്ധിക്കേണ്ടത്? ചൂടാക്കുമ്പോഴോ അതിനെ പറ്റിയൊരു ഐഡിയ പറഞ്ഞത്. ആധുനിക കാലത്ത് ഫ്രീസറിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ 1 മണിക്കൂറിൽ കൂടുതൽ യഥാർത്ഥത്തിൽ ഭക്ഷണ സാധനങ്ങൾ നോർമൽ ടെമ്പറേച്ചറിൽ വെക്കരുത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഹോട്ടലിലായാലും ശരിയായി ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഫ്രീസറിനകത്ത് അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്തോട്ട് വെക്കുകയാണ് സേഫ്. കാര്യം 5 ഡിഗ്രിക്കും 65 ഡിഗ്രിക്കും ഇടയിലാണ് പിന്നെ ഈ പറയുന്ന ബാക്ടീരിയ കൂടുതൽ വളരുന്നത്. അപ്പോൾ ഒന്നുകിൽ ടെമ്പറേച്ചർ 5 ഡിഗ്രിക്ക് താഴെയുള്ള ചില്ലറിലോട്ടോ ഫ്രീസറിലോട്ടോ മാറ്റുക, അതല്ലെങ്കിൽ 65 ഡിഗ്രിക്ക് മുകളിലുള്ള ചെറു ചൂടിൽ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കുക. അതാണ് സേഫ്. 2 മണിക്കൂർ കൂടുതൽ സൂക്ഷിക്കണമെങ്കിൽ അതാണ് മാർഗം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ പലപ്പോഴും ഫ്രീസറിൽ ചില്ലറിൽ വെക്കാമെന്ന് അറിയാമെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റായ രീതി എന്ന് പറയുന്നത് രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഭക്ഷണ സാധനം വൈകിട്ട് വരെ വെച്ചിരുന്ന് ഉപയോഗിച്ചതിന് ശേഷം ബാലൻസ് വരുന്നതാണ് യഥാർത്ഥത്തിൽ പറയുന്ന ഫ്രീസറിലോ ചില്ലറിലോ വെക്കുന്നത്. അതൊരു തെറ്റായ രീതിയാണ്. 2 മണിക്കൂർ കൂടുതൽ ഈ പുറത്തിരിക്കുമ്പോൾ അതിനകത്ത് ആവശ്യമായ ബാക്ടീരിയയുടെ എണ്ണം കൂടിയിട്ടുണ്ടാകും. അത് ഫ്രീസർ വെച്ചെന്ന് പറഞ്ഞ് നന്നാകാനുള്ള സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ അല്ലെങ്കിൽ ചില്ലറിൽ വെക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ചൂട് മാറിയാൽ അപ്പോൾ തന്നെ വിത്തിൻ 1 അവറിൽ തന്നെ ഫ്രീസറിലോട്ടോ ചില്ലറിലോട്ടോ പെട്ടെന്ന് തന്നെ മാറ്റുകയും അടച്ചു സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ നമുക്ക് 2 ദിവസത്തേക്കാണ് സാമ്പാർ വയ്ക്കുന്നതെങ്കിൽ അന്നത്തേക്കുള്ളത് മാത്രം പുറത്ത് വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്കുള്ളത് വെച്ച ഉടനെ തന്നെ അത് പിന്നെ ചില്ലറിലോട്ടോ ഫ്രീസറിലോട്ടോ അടച്ചു മാറ്റി കഴിഞ്ഞാൽ അത് സുരക്ഷിതമായിട്ട്. അതാണ്. അതുപോലെ ഫ്രീസറിൽ വെച്ച ഭക്ഷണം നമ്മൾ നെക്സ്റ്റ് ഡേ അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ തണുപ്പ് ചൂടാക്കുമ്പോൾ അതിനെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? അല്ല, അത് നന്നായി ചൂടാക്കി ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ശരിയായി പിന്നെ ഇതിന്റെ ഏറ്റവും ഉള്ളിലുള്ള സ്ഥലത്തും ചൂടെത്തത്തക്ക രീതിയിൽ അത് ചൂടാക്കുക എന്നുള്ളതാണ്. മീറ്റൊക്കെ ആണെങ്കിൽ അതിന്റെ കോർ ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ സെൻട്രൽ കോറിലേക്ക് ടെമ്പറേച്ചർ ഹീറ്റ് എത്തണം. എന്നാൽ മാത്രമേ അത് ശരിയായി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായി ചൂടാക്കുക എന്നുള്ളതാണ് നല്ലത്. ഏറ്റവും നല്ലത് സ്റ്റീമിൽ ഇത് കുക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നിയമം പ്രിഫർ ചെയ്യുന്നത്. അതാണ് സ്റ്റീം കുക്കിംഗ് ആണ്. അവർ പിന്നെ കറക്റ്റ് ഇത് കൃത്യമായി അത് കുക്ക് ചെയ്ത് കിട്ടും. സ്റ്റീം കുക്കിംഗ് ആണ് ഓവണിനോ അല്ലെങ്കിൽ സ്റ്റീമിലോ കുക്ക് ചെയ്യുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ളത്. വീടുകളിൽ അത് പ്രായോഗികമല്ലെങ്കിൽ നല്ല രീതിയിൽ പിന്നെ തിളപ്പിക്കുകയാണുള്ളത്. ഈ പാക്ക് ചെയ്ത ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട, ഈ ഇൻസ്റ്റന്റ് ഫുഡ് അല്ലെങ്കിൽ പാക്ഡ് ഫുഡൊക്കെ ഭയങ്കര കോമൺ ആണ്. അപ്പം ഞാനും എല്ലാവരും എനിക്കൊന്നും സാറും കഴിക്കാറുണ്ടാവുമായിരിക്കും. അപ്പൊ അതിന്റെ ഒരു ഹെൽത്ത് ആസ്പെക്ട് അത് ഹെൽത്തി ആണോ? നേരത്തെ പറഞ്ഞ പോലെ ഈ കാലഘട്ടം മാറിയതനുസരിച്ച് നമ്മുടെ പിന്നെ ആധുനിക കാലഘട്ടത്തിൽ ഇത്തരം ഫുഡുകൾ നമ്മൾ പലപ്പോഴും ആശ്രയിക്കേണ്ടി വരും. ഇപ്പോൾ പാക്കഡ് ഫുഡിൽ അടങ്ങിയിട്ടുള്ള കണ്ടന്റ് കൂടെ നമ്മൾ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് കൂടെ മനസ്സിലാക്കി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ചപ്പാത്തി റെഡിമെയ്ഡ് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് പ്രിസർവേറ്റീവ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിയിട്ട് പോയി. പ്രിസർവേറ്റീവ്സ് ഇല്ലെങ്കിൽ അത് 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഷെൽഫ് ലൈഫ് ഉണ്ടാവും. അപ്പൊ ഷെൽഫ് ലൈഫ് കൂടുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രിസർവേറ്റീവ്സ് കൂടി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പ്രിസർവേറ്റീവ്സ് കൂടിയത് സ്ഥിരമായി ഉപയോഗിക്കുന്നത്
ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. ഫുഡ് ഇൻഡസ്ട്രിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഫുഡ് അഡിറ്റീവ്സ് അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് പെർമിറ്റ് ചെയ്തേ പറ്റും. അത് ആ വ്യവസായം നിലനിൽക്കണമെങ്കിൽ അത് പറ്റും. അപ്പം നമ്മൾ കഴിക്കുന്നവർ ആണ് ഇത് തീരുമാനിക്കേണ്ടത്, ഇത് എന്തുമാത്രം നമുക്ക് കഴിക്കണം. അപ്പം അത്യാവശ്യം അത് കഴിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. വല്ലപ്പോഴും ഇത് ചെറിയ അളവിൽ ശരീരത്തിൽ ചെന്നാൽ കുഴപ്പം ഇല്ല എന്നുള്ള ശാസ്ത്രീയമായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പെർമിറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മളിത് സ്ഥിരമായി കഴിക്കുകയും അമിതമായി കഴിക്കുകയും ചെയ്താൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. പാക്കറ്റ് ഫുഡ് എല്ലാം അത് തന്നെയാണ്. ഇപ്പോൾ പുതിയ റെഗുലേഷൻ പ്രകാരം അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഉപയോഗിക്കേണ്ടതാണ്. ഉപഭോക്താക്കൾ മനസ്സിലാക്കേണ്ടതാണ് അതിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, നമുക്ക് പിന്നെ വേണ്ടാത്ത എന്തെങ്കിലും ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടോ, അലർജിക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ടോ, അതിനകത്ത് എന്തുമാത്രം പഞ്ചസാരയുണ്ട്, എന്തുമാത്രം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തുമാത്രം എനർജി അതിനകത്ത് നമുക്ക് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ലേബൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള റെഡിമെയ്ഡ് ആയിട്ടുള്ള ചപ്പാത്തിയും ഇതുപോലുള്ള വാങ്ങുമ്പോൾ അതിനകത്ത് പ്രിസർവേറ്റീവ്സ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി ഉപയോഗിക്കുക. പരമാവധി പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത അവശ്യ സാധനങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുപോലെ ആവിയിൽ പുഴുങ്ങിയ സാധനങ്ങൾ, എണ്ണയിൽ പൊരിച്ചതിനേക്കാൾ നല്ലത് ആവിയിൽ പുഴുങ്ങിയ. അപ്പൊ എണ്ണയിൽ പൊരിച്ച സാധനത്തിനകത്താകുമ്പോൾ ഒരു 10 മുതൽ 15% വരെ എണ്ണ അതിനകത്ത് കാണും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. 100 ഗ്രാം ചിപ്സ് കഴിക്കുമ്പോൾ നമ്മളിലേക്ക് ഒരു 15-20 ഗ്രാം എണ്ണ നമ്മുടെ ഓയിൽ നമ്മുടെ ശരീരത്തിനകത്ത് വരുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ മാനുഫാക്ചേഴ്സ് അത് ഡെയിലി എണ്ണ മാറിയില്ലെങ്കിൽ സ്ഥിരം 2-3 തവണയൊക്കെ ചൂടാക്കി ഉപയോഗിക്കുന്ന അങ്ങനെയുള്ള എണ്ണ നമ്മുടെ ശരീരത്തിനകത്ത് ചെല്ലുന്നതും പിന്നെ കുഴപ്പമാണ്. അപ്പോൾ റൂക്കോ പദ്ധതി എന്ന് പറയുന്ന ഒരു പദ്ധതി നമുക്കുണ്ട്. ഒരു ദിവസം ഉപയോഗിച്ച എണ്ണ മാറ്റി അത് ഈ പറയുന്ന ബയോഡീസൽ നിർമ്മാണത്തിൽ കൊടുത്തിട്ട് പുതിയ എണ്ണ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ്ങും നിർദ്ദേശവും ഒക്കെ നമ്മൾ കൊടുക്കുകയും അത്ര എണ്ണ കളക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഈ മാനുഫാക്ചേഴ്സിൻ്റെ. അപ്പോൾ ഈ എണ്ണയും നമ്മൾ ഒന്നിലധികം തവണ ചൂടാക്കി ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാകും. അപ്പോൾ പലപ്പോഴും പുറത്തുനിന്ന് വാങ്ങുന്നതിൽ നമുക്ക് അത് ഉറപ്പാക്കി കഴിക്കുക എന്നുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുമൊക്കെ കാണുന്നുണ്ട്. ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ എന്ന നിലയിൽ, കോഴിക്കോട് ജില്ലാ അസിസ്റ്റന്റ് കമ്മീഷണർ എന്ന സാറിന് പൊതുസമൂഹത്തിന് കൊടുക്കാൻ എന്ത് മെസ്സേജാണുള്ളത്? നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ചർച്ചയിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറഞ്ഞാൽ കൂട്ടായ ഉത്തരവാദിത്വമാണ്. ഓരോരുത്തർക്കും അതിൻ്റെതായ ഒരു റോളുണ്ട്. അത് ഫാം ടു ഫോർക്ക് ഭക്ഷണ സാധനം കൈകാര്യം ചെയ്യുന്ന എല്ലാവരും കൂടെ വിചാരിച്ചാൽ മാത്രമേ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ കഴിയൂ. ഇപ്പോൾ കൃഷി സ്ഥലത്ത് കൂടുതൽ പെസ്റ്റിസൈഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന പച്ചക്കറികളോട് നമ്മുടെ ശരീരത്തിന് എത്താം. അപ്പോൾ കൃഷിക്കാർക്ക് അതിനകത്ത് റോളുണ്ട്. മിനിമം പെസ്റ്റിസൈഡ് ഉപയോഗിക്കുക, വിളവെടുക്കുന്നതിന് പിന്നെ അടുപ്പിച്ച് പെസ്റ്റിസൈഡ് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത്. അത് മാനുഫാക്ചർ ചെയ്യുന്നവർ പിന്നെ ചില ഭക്ഷ്യസുരക്ഷാ നിയന്ത്രണങ്ങളും റെഗുലേഷൻ മനസ്സിലാക്കിയിട്ട് ആവശ്യമില്ലാത്ത പ്രിസർവേറ്റീവ്സും കളറും ഫുഡ് അഡിറ്റീവ്സും ചേർക്കാതിരിക്കുക എന്നുള്ളത് മാനുഫാക്ചേഴ്സിൻ്റെ ഇതാണ്. അത് ഹൈജീനിക്കായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് മാനുഫാക്ചേഴ്സിൻ്റെ ഒരു റോളാണ്. ഉപഭോക്താക്കൾക്കാണ് അവിടെ ഒരു മെയിൻ റോൾ ഉള്ളത്. നമ്മൾ എന്താണ് കഴിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞു കഴിക്കുക. നമുക്ക് എന്തുമാത്രം പിന്നെ പോഷക ഘടകങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ ആവശ്യമുണ്ട്, നമ്മൾ കഴിക്കുന്നതിൽ എന്തൊക്കെ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്, എണ്ണ കൂടുതൽ അടങ്ങിയിട്ടുണ്ടോ, ഉപ്പ് കൂടുതൽ അടങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കൊഴുപ്പ് കൂടുതൽ അടങ്ങിയിട്ടുണ്ടോ, ഇത്തരം ഘടകങ്ങൾ അധികമായി അടങ്ങിയ ഭക്ഷണ സാധനമാണോ നമ്മൾ കൂടുതൽ കഴിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ഭക്ഷണത്തിൽ ഇപ്പോൾ ഒരു പലപ്പോഴും ഒരു ഹെൽത്തി പ്ലേറ്റ് ആയിരിക്കണം നമ്മുടെ ഡെയിലി ഫുഡ് കണക്കാക്കി. എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഒരു 1000 ഗ്രാം ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ഒരു ദിവസം 3-4 നേരമായിട്ട് കഴിക്കുന്നുണ്ടാവും. അതിനകത്ത് 25% മാത്രമേ ആയിരിക്കണം ഒരു കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷ്യ സാധനങ്ങളുണ്ടാവും. 25% പ്രോട്ടീൻ അടങ്ങിയ മത്സ്യവും മാംസവും പയറുവർഗ്ഗങ്ങളും ആയിരിക്കണം. 25% കൂടുതൽ, അതായത് 30-35% വെജിറ്റബിൾ ആയിരിക്കണം. ഒരു 15% ഫ്രൂട്ട്സ് ആയിരിക്കണം. ഇതാണ് ഒരു ഹെൽത്തി പ്ലേറ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ പ്ലേറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് ഹെൽത്തി അല്ല എന്നുള്ളത് മനസ്സിലാവും. നേരത്തെ ചോദിച്ചതുപോലെ ഇത്തരത്തിലുള്ള മോഡേൺ നമ്മുടെ ഈ ആധുനിക കാലത്ത് വന്നിട്ടുള്ള ഷവർമയൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിനനുസരിച്ചിട്ട് ഈ പിന്നെ നമ്മളത് ബാലൻസ് ചെയ്യണം. നമ്മുടെ പ്ലേറ്റ് ഒരു ദിവസം കണക്കാക്കി കഴിഞ്ഞാൽ ഒരു ഹെൽത്തി ആണെന്ന് നമ്മൾ ഉറപ്പാക്കുക. ഒരു ഏകദേശം 25% കാർബോഹൈഡ്രേറ്റ്, 25% പ്രോട്ടീൻ, 25% വെജിറ്റബിൾസ്, 25% ഫ്രൂട്ട്സ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ അത് ഇതിനകത്തേക്ക് കൊണ്ടുവരിക, ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എപ്പോഴും നല്ലതാണ്. അപ്പൊ അറിഞ്ഞു കഴിക്കാം. നമ്മൾ അറിഞ്ഞു കഴിയാം. നമ്മൾ കഴിക്കുന്നത് എന്താണെന്നുള്ള മനസ്സിന് സുഖമാണ്, അതേസമയം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ കൂടുതലും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് വരാം എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. ഇപ്പോൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ജിമ്മിൽ പോകുന്നുണ്ട്.
അതായത് ഒരു ദിവസം ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര സമയം ജിമ്മിന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് പൊതുവെ. ഞാനും പോകാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം മടി പിടിച്ചിട്ട് പോകാറില്ല. എന്നിരുന്നാലും ഈ ഒരു ട്രെൻഡ് ഉണ്ട്. അപ്പം അതുപോലെ ജിമ്മിൽ പോകുന്ന ആൾക്കാർ ഡയറ്റ് എടുക്കാറുണ്ട്, കീറ്റോ ഡയറ്റ്, അങ്ങനെ കുറെ ഡയറ്റ് ഒക്കെ ഫേമസ് ആയിരുന്നു. അപ്പം അതൊക്കെ ഹെൽത്തി ആണോ? അതിന് സാറിന് ടേക്ക് എന്താണ് അതിനെ? ജിമ്മിൽ പോകുന്നത് നല്ലതന്നെ. എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഡെയിലി ലൈഫിന്റെ ഒരു ഭാഗമാക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ ഈ ഫുഡിന്റെ കാര്യത്തിൽ കുറച്ചുകൂടെ കോൺഷ്യസ് ആകേണ്ടത് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന എന്തുതരം ഫുഡാണെന്നുള്ളത് അറിഞ്ഞ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ ICMR ഒരു പഠനം തന്നെ പറയുന്നത് നമ്മൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് കൂടുതൽ കഴിക്കുന്നു, അതേസമയം തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും വളരെ കുറച്ചാണ് കഴിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വെജിറ്റബിൾസ് ഒരു ദിവസം 350 ഗ്രാം വെജിറ്റബിൾസ് ഒരാൾ ഡെയിലി ലൈഫിൽ കഴിക്കണമെന്നുള്ളതാണ്. പക്ഷെ അത് നമ്മൾ അത്രയും കഴിക്കുന്നില്ല എന്നുള്ളതാണ്. അത് 150 ഗ്രാം ആ ഫ്രൂട്ട്സ് കഴിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ആ ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതേസമയം തന്നെ നമ്മുടെ 3 നേരത്ത് അരിയാഹാരം അല്ലെങ്കിൽ ഗ്രെയിൻസ് അടങ്ങിയ ഫുഡ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ സ്റ്റാർച്ച് അടങ്ങിയ ഫുഡ് നമ്മൾ കൂടുതൽ കഴിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് ഒരു പുനർവീന്തനം ഓരോരുത്തർക്കും ആവശ്യമാണ് ഫുഡിന്റെ കാര്യം. പിന്നെ ഇപ്പൊ കണ്ടുവരുന്ന വേറൊരു രീതി എന്ന് പറയുന്നത് ഇപ്പോൾ ഈവനിങ്ങിലാണ് കൂടുതൽ ഫുഡ് കഴിക്കുന്നത്. അതും ലേറ്റ് നൈറ്റ് ആയിട്ട് ഫുഡ് കഴിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്തരം ഫുഡില് ഈ പറഞ്ഞ ഷവർമ, ഷവായി, കുഴിമന്തി പോലുള്ള ഭക്ഷണ സാധനം കഴിക്കുമ്പോൾ അതിനകത്ത് കൊഴുപ്പ് കൂടുതലാണ്, ഉപ്പ് അല്പം കൂടുതലായിരിക്കും. അതോടൊപ്പം തന്നെ അതിനകത്ത് സൈഡായിട്ട് നമ്മൾ കോള കുടിക്കുന്നു. അപ്പൊ ഇത്തരം ഫുഡിലൂടെ കൂടുതൽ കൊഴുപ്പ്, ഉപ്പ്, പഞ്ചസാര നമ്മുടെ ശരീരത്തിന് അകത്തേക്ക് വരികയും അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ ഉറക്കത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫുഡ്, ഉപ്പും കൊഴുപ്പും പഞ്ചസാരയും അടങ്ങിയ ഫുഡ് നമ്മൾ അമിതമായി കഴിച്ചതിന് ശേഷം നമ്മൾ റെസ്റ്റിലേക്ക് പോകുന്നത് ഒരു അനാരോഗ്യകരമായ രീതിയാണ്. അപ്പോൾ ഭക്ഷണ രീതി ഇത്തരത്തിലുള്ള രീതിയാണ് ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ കണ്ടുവരുന്നത്. അതേസമയം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെയിൻ ഫുഡാണ്, അത് പലരും സ്കിപ്പ് ചെയ്യുന്നു, ഒഴിവാക്കുന്നു, ആ സമയം കിടന്ന് ഉറങ്ങുന്നു. ഭക്ഷണ രീതിയിൽ ഈ പറയുന്ന ഒരു ശരിയായ മാറ്റം അല്ല കണ്ടുവരുന്നത് യുവതലമുറയിൽ. അപ്പൊ അത് മാറ്റേണ്ടതാണ്. എനിക്ക് തോന്നി കോഴിക്കോട്ടുകാരൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര പാടായിരിക്കും ഈ ഒരു മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. മന്തി കൾച്ചർ ആയാലും അത് ഇഷ്ടപ്പെട്ടത് കഴിക്കാം. അപ്പൊ ഏത് ഭക്ഷണമായാലും നമ്മൾ കഴിക്കുമ്പോൾ അത് പിന്നെ നമ്മൾ എന്തുമാത്രം കഴിച്ചു എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കുക. നമ്മൾ സൈഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരം ഇപ്പോൾ കോളയുടെ കാര്യം പറഞ്ഞു, എല്ലാ കോളയിലും 10 മുതൽ 15% വരെ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. അപ്പൊ 300 മില്ലി ഉള്ള ഒരു കോള അല്ലെങ്കിൽ ഒരു ജ്യൂസ് നമ്മൾ കുടിക്കുമ്പോൾ നമ്മളിലേക്ക് ഏതാണ്ട് 30 മുതൽ 45 ഗ്രാം പഞ്ചസാര നമ്മുടെ ശരീരത്തിലേക്ക് അധികമായി എത്തുകയാണ് ചെയ്യും. ഒരു ദിവസം നമുക്ക് റെക്കമെൻഡ് ചെയ്യുന്ന പഞ്ചസാര എന്ന് പറഞ്ഞാൽ 25 ഗ്രാമിൽ താഴെയാണ്. അത് കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അത് അനാരോഗ്യകരമാണ്, ആരോഗ്യത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതൊരു സൈഡ് ഡിഷ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സൈഡായിട്ട് നമ്മൾ കുടിക്കുന്ന ഇത്തരം കോളകളിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തുന്ന പഞ്ചസാര നമ്മളെ വളരെയേറെ പിന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ പഠനങ്ങൾ തെളിയിക്കുന്നത് കേരളത്തിൽ ഏതാണ്ട് 23% ടോട്ടൽ പോപ്പുലേഷനിൽ ഡയബറ്റിക് ആണ്. അത് മാത്രമല്ല ഒരു ഞെട്ടിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് 8% കുട്ടികളിൽ പോലും 8% കുട്ടികൾ പോലും ഡയബറ്റിക് ആണെന്നുള്ളതാണ്. അതൊരു പിന്നെ ശരിയായ രീതിയിൽ നമ്മൾ അടുത്തിടയ്ക്ക് തന്നെ ഒരു കോളേജിൽ ഇതിനെ കുറിച്ച് ഒരു അവയർനെസ് നടത്തിയപ്പോൾ ആ കുട്ടികൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരെല്ലാ ദിവസവും വൈകിട്ട് ക്ലാസ് വിട്ട് പോകുമ്പോൾ ഒരു കോള സോഫ്റ്റ് ഡ്രിങ്ക്സ് ഏതെങ്കിലും കുടിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ഡെയിലി ലൈഫിൽ ഒരു 50 ഗ്രാമോളം പഞ്ചസാര എക്സ്ട്രാ ആയിട്ട് ചെല്ലുന്നുണ്ട്. അപ്പൊ അത് ഇത്തരത്തിലുള്ള പാനീയങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫുഡുകൾ നമ്മൾ നിയന്ത്രിക്കുക, ഒന്നും ഒഴിവാക്കാൻ നമ്മൾ പറയുന്നില്ല, അത് നിയന്ത്രിക്കുക എന്നുള്ളത് വളരെയേറെ. ഷുഗർ കട്ടിംഗ് ഒക്കെ ചെയ്യാറുണ്ടോ? അല്ല, ഞാനിത് ഇതിനെ കുറിച്ച് അവയർനെസ് നടത്തിയപ്പോ കൂടുതൽ ബോധവാനായപ്പോ ഞാനിപ്പോ പരമാവധി പഞ്ചസാര ഒഴിവാക്കുകയാണ് കഴിക്കുന്നത്. മിതമായ അളവിൽ ചായയിലിപ്പോ 2 സ്പൂൺ പഞ്ചസാര ഇടുന്ന 1 സ്പൂൺ ഇട്ട് കഴിക്കുക, റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പറയുന്ന ഇത്തരത്തിലുള്ള കോളകൾ പോലുള്ളത് പരമാവധി ഒഴിവാക്കാൻ. വല്ലപ്പോഴും കഴിക്കുന്നൊന്നും കുഴപ്പമില്ല, പക്ഷെ ചായ കുടിക്കണേലും പഞ്ചസാര അല്ല, അത് നമ്മള് കുറയ്ക്കുക. അപ്പൊ 3 നേരം ചായയിലിടുന്ന പഞ്ചസാര എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 15 ഗ്രാമേ വരും. അതേസമയം തന്നെ ഒരു കോള നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മൾ 50-45 ഗ്രാം പഞ്ചസാര നമ്മൾ എത്തിയാണ്. അപ്പൊ അവര് കോള കട്ട് ചെയ്തിട്ട് ഇപ്പോ പഞ്ചസാര മിതമായി ചായയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളറിയാം, നമ്മളെ ഓരോന്നും കഴിക്കുമ്പോൾ നമ്മളിൽ ഇത്ര മാത്രം എത്തുന്നു എന്നുള്ളത് നമ്മൾ അറിയാം. ഇപ്പൊ പഞ്ചസാരയാണെങ്കിൽ 25 ഗ്രാമാണ്, എണ്ണയാണെങ്കിൽ ഒരു ദിവസം ഒരു 25-30 മില്ലി കൂടുതൽ നമ്മുടെ ശരീരത്തിൽ എത്താൻ പാടില്ല. ഉപ്പാണെങ്കിൽ 5 ഗ്രാം കൂടുതൽ എത്താൻ പാടില്ല. അപ്പൊ നമ്മൾ ഇത് കഴിക്കുന്ന ഭക്ഷ്യ സാധനത്തിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്, അത് നമ്മുടെ ശരീരത്തെ എന്തുമാത്രം അത് ശരിയായ രീതിയിൽ
മെറ്റബോളൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടായിരിക്കുക എപ്പോഴും എന്തോ അറിഞ്ഞു കഴിക്കുക. അറിഞ്ഞു കഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ സാർ ഞാൻ ചോദിക്കട്ടെ, ഈ സിറ്റിയിലൊക്കെ എനിക്ക് തോന്നുന്നു മൈക്രോ ഗ്രീൻസ് ഇല്ലേ, അതിങ്ങനെ പോപ്പുലർ ആയിട്ട് വരുന്നുണ്ട്. മൈക്രോ ഗ്രീൻസിലെ ന്യൂട്രീഷണൽ അതിന്റെ ഒരു ആസ്പെക്ട് എങ്ങനെയാണ് സാർ ഒന്ന് വിവരിക്കുക? പണ്ട് മുതലേ ഇവിടെ ഈ മുളപ്പിച്ച ധാന്യങ്ങൾ കഴിക്കുന്ന ഒരു ശീലം ഉണ്ട്. അത് നല്ലത് തന്നെയാണ്. അപ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടെ പിന്നെ എഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നല്ലതാണ് ഈ പറയുന്ന മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ മുളപ്പിച്ചതിനെ തന്നെ ഒരാഴ്ച ഒന്ന് വളരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ മൈക്രോ ഗ്രീൻസ് ആയിട്ട് മാറും. അപ്പോൾ അത് ഈ പറയുന്ന ഗ്രെയിൻസ് ആയാലും അതുപോലെ വെജിറ്റബിളിന്റെ സീഡ് ആയാലും മുളപ്പിച്ചിട്ട് കഴിക്കുന്നു. അപ്പോൾ അതിനകത്ത് കൂടുതൽ പോഷക ഘടകങ്ങൾ, അതായത് വൈറ്റമിൻസും മിനറൽസിന്റെയും അളവ് കൂടുതലുണ്ടാവും. അതുപോലെ നമ്മുടെ ആരോഗ്യത്തെ പിന്നെ സഹായിക്കുന്ന ആന്റി ഓക്സിഡൻസിന്റെ കണ്ടന്റ് കൂടുതലുണ്ടാവും. അപ്പോൾ അത്തരം ഫുഡുകൾ നല്ലത് തന്നെയാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ മൈക്രോ ഗ്രീൻസ് അവൈലബിൾ ആയതുകൊണ്ടും വെജിറ്റബിൾസ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടും. അപ്പോൾ അത് കുറച്ചുകൂടെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വൈറ്റമിൻസും മിനറൽസും മൈക്രോ ഗ്രീൻസിൽ അടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഇനിയും വളരാൻ ഉണ്ട്. അപ്പോൾ പച്ചക്കറികളുടെ ഉപയോഗം കൂട്ടുക, അതോടൊപ്പം തന്നെ അവൈലബിൾ ആണെങ്കിൽ മൈക്രോ ഗ്രീൻസ് പോലുള്ള പിന്നെ ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്.